ഇന്ത്യ വിരുദ്ധരായ ബംഗ്ലാദേശി നേതാക്കളുടെ അഭിമുഖങ്ങൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി വാരികയായ പ്രബോധനത്തിനെതിരെ പൂട്ടിടാൻ കേന്ദ്ര ഏജൻസികൾ എത്തുന്നു. വിപുലമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ബംഗ്ലാദേശി മതമൗലികവാദി നേതാക്കളുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്വേഷണം ശക്തമാകുന്നത്. ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ബംഗ്ലാദേശ് നേതാക്കളുടെ അഭിമുഖങ്ങളാണ് ഇവർ നിരന്തരമായി തന്നെ പ്രസിദ്ധീകരിച്ചത്. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അധ്യക്ഷൻ ഡോക്ടർ ഷെരീഫുർ റഹ്മാൻ അൽ ജസീറയ്ക്കും അതുപോലെ തന്നെ ഒരു തുർക്കിഷ് ഇസ്ലാമിക മീഡിയ നെറ്റ്വർക്ക് ആയ TRTക്കും അതിന് നൽകിയ അഭിമുഖങ്ങളാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2024 സെപ്റ്റംബർ 6-നും 2025 ജനുവരി 30-നും ഇടയിലാണ് ഇവ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവിടെ തൂക്കിലേറ്റപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി, അതായത് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി മുൻ അധ്യക്ഷനായ മുക്തി റഹ്മാൻ നിസാമിയുടെ മകനായ നജീബുർ റഹ്മാൻ നിസാമി ഖത്തറിലെ അൽ ജസീറ ചാനലുമായി തന്നെ നടത്തിയ അഭിമുഖവും ഈ പ്രബോധനം പ്രസിദ്ധീകരിച്ചതായി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. 2024 ഓഗസ്റ്റ് 23-നായിരുന്നു ഇത് നടന്നത്. 2 തവണ നിരോധിക്കപ്പെട്ട വാരികയാണ് പ്രബോധനം. ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദീൻ ജമാഅത്തെ അനുകൂല സംഘടനയാണ് എന്നും സ്വതന്ത്ര കാശ്മീരിന് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നതുമാണ് ഇവരുടെ നിലപാട്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സർവീസ് ട്രസ്റ്റ് ആണ് പ്രബോധനത്തിന്റെ ഉടമസ്ഥാവകാശമുള്ളത്. അതേസമയം ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു കയറുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ വരവ് വലിയ തോതിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവരുടെ കടന്നുകയറ്റം ഇപ്പോൾ രാജ്യം ആകെ തന്നെ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതേസമയം അനധികൃത ബംഗ്ലാദേശ് കുടിയേറ്റക്കാരെ കണ്ടെത്തുവാനും പുറത്താക്കുവാനും ഒരു പ്രത്യേക സംഘം തന്നെ രൂപീകരിക്കുന്നു എന്നതായിരുന്നു കർണാടക ഗതാഗത മന്ത്രിയായ രാമലിംഗ റെഡ്ഡി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചത്. അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും അതുപോലെ ബംഗളൂരുവിൽ 25 ലക്ഷം അനധികൃത ബംഗ്ലാദേശികളുണ്ട് എന്നും എടുത്തു പറയുകയും ചെയ്തു. റോഹിംഗ്യൻ കുടിയേറ്റക്കാരുണ്ടെന്നും ഇത് ഭീകരമായ സാഹചര്യം അവിടെ സൃഷ്ടിക്കുന്നതായും തന്നെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെ ചില നടപടികൾ സ്വീകരിക്കുകയാണ്. BJPയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ് യത്യൻ. അനധികൃത ബംഗ്ലാദേശ് റോഹിംഗ്യൻ കുടിയേറ്റക്കാർ ബംഗളൂരുവിലെ ഷോപ്പിംഗ് മാളുകളിൽ ജോലിക്കാരായും വിവിധ സ്ഥാപനങ്ങളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരായും തന്നെ ജോലി ചെയ്യുന്നതായും അവർക്ക് പ്രത്യേകമായി തന്നെ ആധാർ കാർഡുകൾ, റേഷൻ കാർഡുകൾ എല്ലാം തന്നെ വ്യാജമായി ഉണ്ടാക്കി നൽകിയതായും ഇവിടെ വ്യക്തമാക്കുന്ന ചില രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശ് മുഖ്യമന്ത്രിക്ക് ബംഗാളിൽ ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്നില്ല. കുടിയേറ്റം നിയന്ത്രിച്ചില്ല എങ്കിൽ കർണാടകയിലും സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നും ഇത് ഇന്ത്യയെ മൊട്ടാകെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുമെന്നും ഇവർ എടുത്തു പറയുകയും ചെയ്തിരുന്നു. അനധികൃത കുടിയേറ്റത്തിന് കാരണം പോലീസിന്റെയും രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെയും ഒരു വീഴ്ചയാണ് എന്നതാണ് കുറ്റപ്പെടുത്തൽ ഉയർന്നു കേൾക്കുന്നത്. ഇത്തരം കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്ന ഹിന്ദു പ്രവർത്തകർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നും ഇവിടെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ഒരു സർവേ നടത്തണമെന്ന ആവശ്യം ഇതിൽ എടുത്തു പറയുകയും ചെയ്തു. കഴിഞ്ഞ മാസം ദില്ലിയിൽ ഒരാഴ്ചക്കിടെ തന്നെ ഡൽഹിയിൽ കണ്ടെത്തിയത് 831 ബംഗ്ലാദേശി പൗരന്മാരെയാണ്. ഇതിൽ 221 പേർ ഇന്ത്യയിൽ അനധികൃതമായി തന്നെ താമസിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കുമെതിരെ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും ഇവരെ വിദേശ രജിസ്ട്രേഷൻ ഓഫീസിന് മുൻപാകെ തന്നെ ഹാജരാക്കിയതായും കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ബംഗ്ലാദേശി വിരുദ്ധമായ, അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള നേതാക്കളുടെ വിരുദ്ധമായിട്ടുള്ള ഒരു അഭിമുഖം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ശക്തമാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.